ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലാറ്റിലെ ഒരു അസോസിയേഷൻ പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ന്യൂ ഇയർ പ്രോഗ്രാം, ക്രിസ്മസ് പ്രോഗ്രാം ഇതൊക്കെ ചേർത്ത് നടത്തിയൊരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ ജാനുവരി 5-നാണ് നടന്നത്, അതായത് കഴിഞ്ഞ വീക്കിലായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് തിരക്കൊക്കെ കാരണം വീഡിയോ ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് കിട്ടിയില്ല. അപ്പോൾ ഇപ്പോഴാണ് അതിനുള്ളൊരു ടൈമൊക്കെ ഒന്ന് ഒത്തു വന്നത് കേട്ടോ. നമ്മളെല്ലാ വർഷവും 2 days ആയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നടത്താറുള്ളത്. ഈ ഒരു സമയത്താണ് നമ്മൾ ഈ ഫ്ലാറ്റിലുള്ള ഒട്ടുമിക്ക ആൾക്കാരെയും കാണുകയും പരിചയപ്പെടുകയും വർത്തമാനം പറയുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇതൊക്കെ അമ്മയുടെ സ്പെഷ്യൽ ഐറ്റംസാണ്. കട്ട്ലേറ്റ്, കപ്പയുടെ ചമ്മന്തി, കാന്താരി ചമ്മന്തിയാണ്. പിന്നെ അതുപോലെ ജാം, മിക്സഡ് ഫ്രൂട്ട് ജാം, ചൂരമീൻ അച്ചാർ, കപ്പ, ഇതൊക്കെയായിരുന്നു കേട്ടോ അമ്മ ഉണ്ടാക്കിയ ഐറ്റംസ്. ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സ്റ്റോളാണ്. അവളുണ്ടാക്കിയ മാല, കമ്മൽ, ബ്രേസ്ലെറ്റ്, പുള്ളിക്കാരിയുടെ തന്നെ ഞാൻ ഒരുപാട് കമ്മലൊക്കെ എനിക്ക് ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന കളേഴ്സൊക്കെ നോക്കി എടുക്കാറുണ്ട് കേട്ടോ. അതുപോലെ ഇത് കസ്റ്റമൈസബിളാണ് കേട്ടോ. നമുക്ക് വേണ്ട രീതിയിൽ വേണ്ട കളേഴ്സിലൊക്കെ ചെയ്തു തരും പുള്ളിക്കാരി. അപ്പോൾ അടുത്ത നിമിഷ കേട്ടോ. നിമിഷ കൊണ്ടുവന്നത് ബാഗ്സിൻ്റെ കളക്ഷൻസ് ആയിരുന്നു. നമുക്കിപ്പം ഓഫീസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതും അതുപോലെ സ്ലിംഗ് ബാഗ്സ് ഉണ്ടായിരുന്നു, പേഴ്സസ് ഉണ്ടായിരുന്നു. അപ്പം നിമിഷയും അങ്ങനെ കുറച്ച് വെറൈറ്റി ഐറ്റംസൊക്കെ കൊണ്ടുവന്നു. പിന്നെ ദേ ഇവിടെ ഒരു ഫാൻസി സ്റ്റോർ ഓപ്പൺ ചെയ്തതുപോലെ ഐറ്റംസ് അതൊക്കെ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം കേട്ടോ. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ട് വിൽക്കാൻ ദിവസം കൊണ്ട് എല്ലാവരും ഒത്തുകൂടുമ്പോൾ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. കുറേ ഫുഡ് ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. പാരൻസിൻ്റെ നിന്ന് പൈസയൊക്കെ വാങ്ങി എന്താണ് വാങ്ങേണ്ടതെന്നുള്ളൊരു ഇതായിട്ടൊക്കെ അവർ കറങ്ങി നടക്കുമായിരുന്നു. ഈ ആൻറ്റി ഉണ്ടാക്കിയ പരിപ്പ് പായസമായിരുന്നു, നല്ല പായസമായിരുന്നു, എല്ലാം പെട്ടെന്ന് തീർന്നു പോയി. ഇതാണ് നമ്മുടെ അടുത്ത കൂട്ടുകാരി ലക്ഷ്മി ഉണ്ടാക്കിയത് നെയ്ച്ചോറും ചിക്കൻ കറിയും അതുപോലെ സാലഡുമായിരുന്നു. അതൊക്കെ പെട്ടെന്ന് തീർന്നു കേട്ടോ. ഒന്നും നമുക്ക് അവസാനം വെച്ചേക്കാനുണ്ടായിരുന്നില്ല, കാരണം അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു. ഇത് മാലഡു കേട്ടോ, കാഷ്യൂല മാലഡു. പിന്നെ അതേ നമ്മുടെ ഗീത ചേച്ചിയാണ് കേട്ടോ. ഇത് ഗീത ചേച്ചിയുടെ സ്പെഷ്യൽ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ കപ്പലണ്ടി, മസാല കപ്പലണ്ടി, അതുപോലെ കപ്പലണ്ടി മുട്ടായി, കേസരി, തേൻ മുട്ടായി, ഉഴുന്നുവട, അങ്ങനെ ഒരുപാട് ഐറ്റംസ്. ഗീത ചേച്ചി നമ്മൾ ചുമ്മാ ഒരു ഡാൻസ് പ്രാക്ടീസിന് പോയാലോ അല്ലെങ്കിൽ താഴെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടായിക്കൊണ്ട് വരും. പിന്നെ ഇതേ ഇവിടെ വേറൊരു പുള്ളിക്കാരി ചിക്കൻ്റെ ബീഫ് റോസ്റ്റും പത്തിരി ബീഫ് റോസ്റ്റ്, വാഴയ്ക്കപ്പം, അതായത് പഴംപൊരി ബീഫ് റോസ്റ്റ് എന്നുള്ളൊരു കോംബോ ഉണ്ടല്ലോ, ആ ഒരു കോംബോ, പിന്നെ ബിരിയാണി, പിന്നെ അവർ തന്നെ സേമിയ പായസം, കടലപ്പായസം, അങ്ങനെ ഒരുപാട് ഐറ്റംസ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആരും സ്ഥിരമായി ഇങ്ങനെ വിൽക്കുന്നതല്ല. ഇതിൽ ഒട്ടുമിക്ക ആൾക്കാരും ഈ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി ചെയ്തുകൊണ്ട് വന്നതാണ് കേട്ടോ. ഇതിൽ റെയറായിട്ടുള്ളവർ മാത്രമാണ് ഇങ്ങനെ സ്ഥിരമായിട്ട് ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു സന്തോഷം, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അന്ന് ഋഷിക്കുട്ടിന് വയ്യായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ പരിപാടി എന്തായാലും എല്ലാം അടിപൊളിയായിട്ടൊക്കെ നടന്നു. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ പ്രോഗ്രാമാണ് കേട്ടോ. നെക്സ്റ്റ് ഡേ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കലാപരമായ പരിപാടികളൊക്കെ ആയിരുന്നു. ഡാൻസ്, പാട്ട്, ഒരുപാട് വെറൈറ്റി പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ എല്ലാവരും അതിന് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു. ഒരു 100 പേരോളം ഈ ഒരു പ്രോഗ്രാമിന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ, മുതിർന്ന ആൾക്കാർ വരെ നമ്മുടെ ഈ ഒരു പരിപാടിക്ക് ഓരോരോ പ്രോഗ്രാം അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പാട്ട്, ഡാൻസ്, എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ചു. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കുറച്ച് കാണാം കേട്ടോ, എന്തൊക്കെയാണെന്നുള്ളത്. ഇത് നമ്മുടെ ഗീത ചേച്ചിയുടെ മോനും ടീമും അവതരിപ്പിച്ച ഒരു ഡാൻസാണ് കേട്ടോ. ഇപ്പോഴത്തെ ഒരു രക്ഷയില്ലായിരുന്നു. ഇതായിരുന്നു ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ അമ്മമാരൊക്കെ രണ്ടും കൽപ്പിച്ചാണ്. അവരൊട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാതെ എന്തായാലും അടിച്ചു പൊളിച്ച് അവരും പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ പ്രോഗ്രാംസൊക്കെ ഒന്നിനൊന്ന് മികവുള്ള പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ. എല്ലാവരും വളരെ ടാലൻറ്റഡാണ്, നല്ല പരിപാടിയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു തമ്പോല ഗെയിമൊക്കെ ഉണ്ടായിരുന്നു, അതും കഴിഞ്ഞു. ലാസ്റ്റ് ഫൈനലി DJ. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു അസോസിയേഷൻ്റെ പ്രോഗ്രാം കഴിഞ്ഞായിരുന്നു കേട്ടോ. 2 ദിവസത്തെ പരിപാടിയായിരുന്നു. എന്തായാലും അടിച്ച് പൊളിച്ചു.